പ്രൈസ് ദി ലോർഡ്. വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-28 വചനഭാഗം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുമരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ഇവിടെ യേശു നൽകുന്ന ഒരു സ്വർഗീയ സമാധാനം. യേശു പറയുന്നത് നഷ്ടപ്പെടാത്ത, എന്നും നിലനിൽക്കുന്ന, എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമാധാനത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അനേകർ മരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ്, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ യേശു പറയുന്ന ദൂത്, കാൽവരി ക്രൂശിൽ അടികളും നിന്ദനകളും പരിഹാസങ്ങളും ഏറ്റ് മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകും. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന്റെ സമാധാനം പാപം നിറഞ്ഞതും തിന്മയിലേക്ക് കടത്തിവിടുന്നതും സുഖത്തിന്റെ ബന്ധനത്തിലേക്ക് കടന്നു പോകുന്നതുമായ സമാധാനമാണ് ലോകം തരുന്നത്. അത് അല്പകാലത്തേക്കാണ് ലോകത്തിന്റെ സമാധാനം. പ്രിയമുള്ളവരെ, യേശു തരുന്ന സമാധാനം അത് നിത്യ സമാധാനമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റേത്. വേറെ ആർക്കും അതില്ല, യേശുവിലൂടെ മാത്രം കിട്ടുന്നതാണ്. വേറെ ആരോട് ചോദിച്ചാലും കിട്ടാത്ത ഒന്നാണ് ഈ സമാധാനം. സമാധാനം അന്വേഷിച്ച് നടക്കുന്ന അനേകം മനുഷ്യരുണ്ട്. പലയിടങ്ങളിലേക്ക് സമാധാനം അന്വേഷിച്ച് പോകുന്നവരുണ്ട്. സമാധാനത്തിന് വേണ്ടി കാശ് മുടക്കുന്നവരുണ്ട്. സമാധാനത്തിന് വേണ്ടി മല ചവിട്ടുന്നവരുണ്ട്. സമാധാനത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരുണ്ട്. സമാധാനത്തിന് വേണ്ടി ശരീരം കീറിമുറിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ഒന്ന് സ്വീകരിച്ചാൽ മതി. സമാധാനമില്ലാത്ത അന്തരീക്ഷമുള്ള ഭവനത്തിലേക്ക് സമാധാനമായ ക്രിസ്തു നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാലുണ്ടല്ലോ, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെല്ലാം മാറും. ഇവിടെയാണ് നമുക്ക് അവന്റെ മഹത്വത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. യേശു പറഞ്ഞത്, നമ്മൾ അവന്റെ സമാധാനം അനുഭവിക്കണം. കർത്താവിന് നിഷിദ്ധമായിരിക്കുന്ന ഒന്നാം സമാധാനം. ആത്മഫലങ്ങളിൽ രണ്ടാമത്തതാണ് ഈ സമാധാനം. ഇത് നമ്മൾ അനുഭവിക്കണമെന്നേ. രണ്ടാമത്തതും മൂന്നാമത്തതും സ്നേഹം, ആനന്ദം, സമാധാനം, സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ളതാ. ആത്മഫലം അത് യേശു ക്രിസ്തുവിലൂടെ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിച്ചു പോകരുത്. കാരണം കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കുടുംബത്തിൽ പോലും സമാധാനമില്ല. മക്കളിലൂടെ ഒരു സമാധാനം കിട്ടുന്നില്ല. ഭർത്താവിലൂടെയും ഭാര്യയിലൂടെയും സമാധാനമില്ല. അപ്പനിലൂടെ അമ്മയിലൂടെ ഒരു സമാധാനമില്ല. കുടുംബം ആകെ അസമാധാനത്തിലായിരിക്കുമ്പോൾ യേശു പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. അത് കഴിഞ്ഞിട്ട് 28-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. കാരണം യേശു പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം.
27 അവസാനം പറയുക, ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുവരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതും ഭ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കർത്താവ് തരുന്നത്. ഇത് നമുക്കൊന്ന് വാങ്ങണ്ടേ, നമുക്കൊന്ന് അനുഭവിക്കണ്ടേ, നമുക്ക് സന്തോഷിക്കണ്ടേ, നമുക്ക് സമാധാനം വേണ്ടേ? എവിടെയും നമ്മൾ അന്വേഷിക്കാൻ പോകണ്ട. ഒന്ന് കണ്ണുകൾ അടയ്ക്കാവോ? ഒന്ന് ഹൃദയത്തെ തുറക്കാവോ? ഒന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിന്റെ സമാധാനം എനിക്ക് തരണം. എനിക്കില്ലാത്തത് അതാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ സമാധാനം തന്ന് കലങ്ങിപ്പോകാത്ത വണ്ണം, ഭ്രമിച്ചു പോകാത്ത വണ്ണം നിന്റെ കൃപയിലേക്ക് മടങ്ങി വന്ന് നിന്നെ ആരാധിക്കുവാൻ നീ ഈ പ്രഭാതത്തിൽ തരുന്ന ദൈവകൃപയെ ഓർത്ത് ഇന്നത്തെ ദിവസത്തെ മുഴുവൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്റെ ശക്തി അനുഭവിക്കേണ്ടതിന് കർത്താവേ, നീ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരണമേ. നിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. നിന്റെ കരസ്പർശനം ഞങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.